ഷൺമുഖം നീയോ? എന്നാ നീ ഇവിടെ? അത് ഒന്നുമില്ല ഷൺമുഖം, ഉണ്ണിന്റെ പേരില് ഒരു അർച്ചന ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. അല്ല, നീ മാത്രം ഒറ്റയ്ക്കാണോ വന്നേ? കാർത്തു വന്നില്ലേ? ഓ, വന്നിട്ടുണ്ടോ നീ? എന്നിട്ട് അവളെന്തേ? ദേ അവിടെ ഉണ്ണിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാ. അത് ശരി, കൂട്ടുകാരുണ്ട് ഒരുമിച്ച്. ഇനിയിപ്പോ അവരെ നോക്കണ്ട. എന്തായാലും ഒറ്റക്ക് നിന്ന് ബോറടിക്കായിരുന്നു. ഇനിയിപ്പോ നീ വന്നല്ലോ, ഇനിയിപ്പോ തൊഴുതിട്ട് ഒരുമിച്ച് പോവാട്ടോ. ഓ, അതിനെന്നാ നീ, ഒരുമിച്ച് പോവാം. ഉണ്ണി, പോവാൻ നേരത്ത് പറയണ്ടേട്ടാ. അമ്മായി, ഞങ്ങള് കടവരെ പോയിട്ട് ഇപ്പൊ വരാവേ. ഓ, അതിനെന്താ മക്കളെ, നോക്കി പോട്ടോ. അപ്പോഴേ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബാക്കി ആരും വേണ്ട. ഇനി വാ, നമുക്ക് കയറി തൊഴാം. അവര് പുറത്തൊക്കെ പോയി വരുമ്പത്തേക്കും ഒരു സമയാവും. എവിടെയാ പോണ്ടേ? അത് പിന്നെ അങ്ങനൊന്നുമില്ല, എവിടെയാണെങ്കിലും എനിക്ക് സമ്മതാ. എന്റെ ഉണ്ണേട്ടന്റെ കൂടെ എവിടെ വേണേലും ഈ കാർത്തു വരും. അല്ല, എന്നാലും പറ കാർത്തു, എവിടെയാ പോണ്ടേ? നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരണോ? ഏയ് വേണ്ട ഉണ്ണേട്ടാ, ഇപ്പഴല്ലേ കുറെ കാലത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയേ, അപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടാക്കുകയാണോ? കുറച്ചേരം ചുറ്റിയിട്ടൊക്കെ പോവാന്നേ. ഉണ്ണിയേട്ടാ പറ ഇഷു. ചോ, ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് ഉണ്ണിയേട്ടൻ ഇതുവരെയായിട്ടും ആ പേര് വിട്ടില്ലേ? എന്താ ഉണ്ണിയേട്ടാ? അല്ല, എന്തേ വല്ല ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നോ? അതാണോ ഇങ്ങനെ പേര് മറക്കാണ്ട് കൊണ്ടെടുക്കുന്നേ? അത് പിന്നെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം ഉണ്ടായി. അതാ കൊറേ നേരം അവരോട് സംസാരിച്ചപ്പോളേ ആ പേര് പെട്ടെന്ന് മറക്കാൻ കഴിയുന്നില്ല. ഓ, എനിക്ക് അങ്ങനെ തന്നെയാ. വീട്ടിൽ പോയി കഴിഞ്ഞാ നിന്നാലുറങ്ങിയാൽ ഇരുന്നാലൊക്കെ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ മാത്രം എന്റെ വായിൽ വരുന്നേ. അമ്മ എപ്പോഴും എന്നെ കളിയാക്കാറാ, അറിയോ? അല്ല, നീ എന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ കാര്യം? അതോ, അത് പിന്നെ എനിക്ക് ഉണ്ണിയേട്ടനെ ഐഷു ഒരുപാട് ഇഷ്ടാ. ഉണ്ണിയേട്ടൻ വെച്ചാ ഈ കാർട്ടൂന് ജീവനാ. ഉണ്ണിയേട്ടനും ഈ കാർട്ടൂൻ ഇഷ്ടാണോ? പറ ഉണ്ണിയേട്ടാ. എന്താ കാർത്തു ചോദിച്ചേ? ഉണ്ണിയേട്ടനെ കാർട്ടൂൻ ഇഷ്ടാണോന്ന്. പിന്നെ ഇഷ്ടപ്പെടാതെ? അല്ലേലും കാർട്ടൂൺ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ? ശരിക്കും ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ ശരിക്കാണോ പറയുന്നേ? അതേടി, ഇതിലെന്താ നിനക്കൊരു സംശയം? എന്താ കാർത്തു, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. കൊറേ കാലായിട്ട് ഒരു രാജകുമാരി ഒരു രാജകുമാരന് വേണ്ടി കാത്തിരിക്കായിരുന്നു. ആ രാജകുമാരന്റെ വായിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി ഇന്ന് ആ രാജകുമാരിക്ക് ആ രാജകുമാരന്റെ മനസ്സിലുള്ള ഇഷ്ടം അറിഞ്ഞു. അപ്പൊ പിന്നെ രാജകുമാരി സന്തോഷിക്കത്തില്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ അങ്ങനെയാ, മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോളൂ. ഓ എന്റെ അമ്മ, ഒന്ന് പുറത്തേക്ക് പോയി വന്നപ്പം എന്തൊരു ക്ഷീണം. അല്ല അമ്മേ, അമ്മയും ചേട്ടനും എങ്ങോട്ട് പോയതായിരുന്നേ? ദേ നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്കടി. ഓഹോ, എന്നിട്ട് എന്നെ ഒന്ന് കൂട്ടാൻ അമ്മക്ക് തോന്നിയില്ലല്ലോ. ഓ, ഞാൻ പോവാൻ നേരത്ത് നീ നല്ല ഉറക്കത്തിലായിരുന്നേ, അതുകൊണ്ടാ വിളിക്കാഞ്ഞേ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറയാലോ. അല്ലേലും ഞാൻ ഉറങ്ങുമ്പോ തീരെ എണീപ്പിക്കാത്ത ആളും. ഓ, അങ്ങനൊന്നുമില്ലടി. എപ്പോഴേലൊക്കെയല്ലേ ഇങ്ങനെ കോളേജ് ലീവ് കിട്ടുമ്പോ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നേ. അതാ കണ്ടപ്പം പാവം തോന്നി, നല്ല ചുരുണ്ട കൂടി ഉറങ്ങായിരുന്നേ. അതാ വിളിക്കണ്ടെന്ന് കരുതി അമ്മയും ഏട്ടനും കൂടി പോയി വന്നേ. അതല്ല, എന്താ പതിവില്ലാണ്ട് അമ്മയും മോനും കൂടെ ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിലേക്കൊരു പോക്ക്? ഓ, അത് വേറൊന്നുമല്ലടി. എന്റെ അമ്മ ഉണ്ണിന്റെ കല്യാണക്കാര്യത്തിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? അതെങ്ങനെങ്കിലും ഒന്ന് നടന്നു കിട്ടണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്താ അമ്മ പറയുന്നേ? അമ്മമ്മ ചേട്ടന്റെ കല്യാണക്കാര്യം പറഞ്ഞോ? ഓ, പതുക്കെ കിടന്ന് അലറാതെ. എന്റെ അച്ഛമ്മയുടെ ചെവിയിൽ കേട്ടല്ലേ, അത് മതി. അല്ല, അപ്പൊ അച്ഛമ്മയ്ക്ക് കാര്യം അറിഞ്ഞൂടെ? എവിടെ, ഇത് അച്ഛൻ വന്ന് വിളമ്പിയാലല്ലേ? അച്ഛന് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴേ അച്ഛൻ ആലോചിക്കട്ടെ, നോക്കാം ഇപ്പൊ തന്നെ വേണോന്നൊക്കെ. അവിടെ എന്റെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, നല്ല ആലോചനയാ, ഈലും വലുതൊന്ന് ഉണ്ണിക്ക് വരാനില്ലെന്ന്. ഞാനാണെങ്കിൽ അതന്നെ വിചാരിക്കുന്നേ. അല്ലേലും അവന് പ്രായം എത്ര ആയിന്നാ? എന്തായാലും 10-27 വയസ്സായില്ലേ? ഇനിയിപ്പോ പ്രായമായില്ലെന്ന് പറഞ്ഞിട്ട് ആ മുതുക്കനാവുമ്പോഴാണോ പിടിച്ച് കെട്ടിക്കുന്നേ? നിന്റെ അച്ഛന് വല്ല കാര്യം പറഞ്ഞിട്ട് തലേ കയറണ്ടേ? അല്ല അമ്മേ, അപ്പൊ അച്ഛൻ സമ്മതിച്ചില്ലേ? ഇല്ലടി, അതല്ലേ പറയുന്നേ. അച്ഛനോട് പറയുമ്പോ അച്ഛൻ പിന്നെ നോക്കാം, അച്ഛമ്മന്റെ സമ്മതമൊക്കെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാനാണെങ്കിൽ അമ്മമ്മനോട് പറയും ചെയ്ത് ബുധനാഴ്ച എല്ലാവർക്കും കൂടെ പോയിട്ട് പെണ്ണിനെ കണ്ടുവരാന്ന്. അയ്യോ, എങ്ങനെയാ അച്ഛനില്ലാതെ നമ്മൾ മാത്രം പോകുന്നേ? ഓ, അതിനെന്താ, ഇപ്പൊ തന്നെ കെട്ടിച്ചു കൊടുക്കാനൊന്നുമല്ലോ പോണേ. പോയി ജസ്റ്റ് ആ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരാനല്ലേ. അതിനിപ്പോ അച്ഛനോട് പറയണമെന്നൊന്നുമില്ല. പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ വരണ്ടേ. അങ്ങനെ വരാത്തത് എന്റെ കുഴപ്പമില്ലല്ലോ. എന്തായാലും ബുധനാഴ്ച ഈ ഞാനും മക്കളെല്ലാരും കൂടെ പോയി വരാം. അമ്മ ഇതെന്താ പറയണെന്ന് അമ്മയ്ക്ക് വല്ല ബോധമുണ്ടോ? ഇതങ്ങനെ അച്ഛമ്മ അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ
പോയിട്ട് പെണ്ണിനൊന്ന് കാണട്ടെ. എന്നിട്ട് എന്താ അഭിപ്രായം നോക്കിട്ട് അതിനനുസരിച്ച് നീങ്ങാന്നേ. ചുരുക്കി പറഞ്ഞ വൈകാണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു കല്യാണം കാണും അല്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു നല്ലത് നടക്കണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നേ. അതിന് മുന്നേ മാളൂട്ടിന്റെ പരിപാടി ഉണ്ടല്ലോ, അതാദ്യം കഴിക്കണം. ഇന്നെന്തായാലും അതിന് വേണ്ടിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, അതിന് മാളൂട്ടിന്റെ പരിപാടിന്റെ ഡേറ്റ് ഒക്കെ കുറിച്ചോ? ആ പിന്നെ കുറിക്കാണ്ട്. അതൊക്കെ നിന്റെ അച്ഛമ്മേ ഇന്നലെ തന്നെ ഡേറ്റ് കുറിച്ചായിരുന്നു. എന്റെ പൊന്നോ, എന്നിട്ട് എന്താ അമ്മേ ഞങ്ങളൊരു വാക്ക് പറയാഞ്ഞേ? ഓ അതിന് ഞാൻ അറിഞ്ഞിട്ട് വേണ്ടേ? ഞാനെന്നെ അറിയണതേ കാലത്ത് നിന്റെ അച്ഛൻ പറഞ്ഞപ്പോഴാ. ആഹാ, അടിപൊളി, ഇത് നല്ല കഥ. ഇനിയിപ്പോ അച്ഛമ്മ ഡേറ്റ് കുറിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതം മൂളി കൊടുത്ത്. എന്തായാലും നമ്മളെ മാളൂട്ടിന്റെ പരിപാടിയല്ലേ. അതത്രേ ഉള്ളൂ. അല്ല അമ്മേ, അമ്മമ്മയും ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ടോ? വരാന്നൊക്കെയാ മക്കളെ പറഞ്ഞേ. മാമനാണെങ്കിൽ സിംഗപ്പൂരിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് പരിപാടിക്ക് കൂടാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോ മാമനും കാണും. അതെ മക്കളെ, ചിലപ്പോ ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതാ മക്കളോട് പറയാഞ്ഞേ. ഇനിയിപ്പോ മാമനെ കാത്തുനിന്ന് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ സങ്കടം ഉണ്ടല്ലോ. അതാ തീരുമാനമായിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. അതന്നെ ഞാനും വിചാരിക്കുന്നേ. അവനെ കണ്ടിട്ട് എത്രയായി, ഒന്ന് കാണണം നല്ല ആഗ്രഹമുണ്ട്. ഇവിടുന്ന് എവിടെയെങ്കിലും പോവാൻ വിട്ടാലല്ലേ. ഇവിടെ അടുത്തുള്ള എന്റെ അമ്മന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ തന്നെ ഒരാഴ്ച മുന്നേ ഇവിടെ ലെറ്റർ എഴുതി ഇട്ട് കൊടുക്കണം. അതൊക്കെ അപ്രൂവൽ ആയി വന്നാലേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. അപ്പോഴല്ലേ സിംഗപ്പൂരിൽ കിടക്കുന്ന എന്റെ അനിയനെ കാണാൻ വിടുന്നേ. എന്നാ മക്കളൊരു കാര്യം ചെയ്യ്, നീ പോയിട്ടേ കുഞ്ഞാറ്റനോടും അപ്പൂനോടും മാളൂനോടൊക്കെ റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ. അച്ഛൻ വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം കേട്ടാ. ശരി അമ്മേ. അല്ല, ആരപ്പത്? ഓ, അടിപൊളിയായിട്ടുണ്ടെന്നേ. അല്ല, എങ്ങോട്ടാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പോണേ? അത് പിന്നെ ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ. ഇല്ല മാളൂട്ടി, ചേട്ടൻ വരുന്നില്ല. ചേട്ടനെ നല്ല തലവേദന, കുറച്ചേരം കടന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങള് പോയിട്ട് വാ. അത് പിന്നെ മാളൂട്ടി, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പം ഓരോന്നാലോചിച്ച് ചുമ്മാ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. ഇവരെ കൂടെ പോകുമ്പം കുറച്ചെങ്കിൽ കുറച്ചു നേരം ഒരു ആശ്വാസം കിട്ടുമല്ലോ. വരാം. നിങ്ങളെല്ലാരും ഇവിടെ റെഡി ആയോ? അല്ലടാ, നീ എന്താ മാറ്റാത്തെ? നീ വരുന്നില്ലേ? ഓ ഇല്ല മാളു, ഞാനേ അച്ഛമ്മന്റെ കൂടെ അങ്ങോട്ടേക്ക് പോവാ. എങ്ങോട്ടേക്ക്? അച്ഛമ്മന്റെ ആങ്ങളന്റെ വീട്ടിലേക്കെന്നെ. അവരൊക്കെ പരിപാടിക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി അച്ഛമ്മ അവരെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവാ. കൂടെ തന്നെ എന്നെ കൂട്ടിന് പോവാൻ വേണ്ടി അച്ഛൻ പറഞ്ഞായിരുന്നു. അതാ ഞാൻ അച്ഛമ്മന്റെ കൂടെ പോവാ. നിങ്ങളൊക്കെ പോയി ഷോപ്പിംഗ് ചെയ്തു വാ. ചേടാ, ഇതെന്തൊരു കഷ്ടാ. അച്ഛമ്മക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കൂടെ? നീയും കൂടെ വാടാ. നീ ഇല്ലാതെ എങ്ങനെ പോവാനാ? നീ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവത്തില്ലെന്നേ. അതന്നെ അപ്പേട്ടാ, അപ്പേട്ടനും കൂടെ വാന്നേ. അപ്പേട്ടനില്ലെങ്കിൽ ഒരു വൈബ് ഉണ്ടാവത്തില്ല. അതന്നെ അപ്പോ, നീയും വാന്നേ. എല്ലാരും ഉണ്ടല്ലോ. പിന്നെന്താ, അച്ഛമ്മ വേണമെങ്കിലേ അച്ഛൻ കൊണ്ടാക്കി കൊടുത്തോളും. അച്ഛൻ തന്നെയാ അല്ലെങ്കിൽ കൊണ്ടാക്കുന്നേട്ടാ. പക്ഷെ അച്ഛമ്മക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല അത്രേ. കൂട്ടിന് ഞാനും കൂടെ വേണമെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛനോട് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛൻ പോന്നെന്നെ പറയാ. പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് നാളെ വരാം. നിങ്ങളെല്ലാരും ഷോപ്പിംഗ് അടിച്ചു പൊളിക്ക്. പിന്നെ ഏട്ടാ, എനിക്ക് പറ്റിയ നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യേ. എടാ, ഞാൻ വേണമെങ്കിൽ അച്ഛനോട് സംസാരിച്ച് നോക്കാന്നേ. നല്ല അച്ഛൻ ഇപ്പൊ സമ്മതിച്ചു തന്നെ. ഏട്ടനെന്നെ അറിയാലോ. ചേടാ, ഈ അച്ഛമ്മയ്ക്ക് ഇതെന്തോന്നേ? അച്ഛമ്മയ്ക്ക് വേണമെങ്കിൽ ടീക്കുട്ടീനെ കൊണ്ടുപോയിക്കൂടെ? എല്ലാത്തിനും അല്ലെങ്കിൽ ടീക്കുട്ടീനെ മതിയല്ലോ. ഈ കാര്യത്തിന് മാത്രം എന്തിനാ നിന്നെ വിളിക്കുന്നേ? അതന്നെ. ആർക്കറിയാം. എന്തായാലും പോയല്ലേ പറ്റൂ. ഞാനെന്നാ പോയിട്ട് വരട്ടോ. നിങ്ങളെല്ലാരും അടിച്ചു പൊളിച്ച് ഷോപ്പിംഗ് ചെയ്തു വാ. പിന്നെ ഏട്ടാ, മറക്കാണ്ട് എനിക്ക് നല്ല കിടക്കാച്ച ഡ്രസ്സായിട്ട് സെലക്ട് ചെയ്യണേ. ഓക്കേടാ. അപ്പുവേ, എവിടെ ഈ ചെറുക്കൻ പോയേക്കണേ? എടി സീതേ. ഓ ദേ അച്ഛമ്മ വിളി തുടങ്ങി. ഞാൻ പോയി വരേ. ബൈ. ഓ സാരില്ല, വിട്ടേക്കടാ. നിങ്ങൾക്ക് തന്നെ അറിയാലോ അച്ഛമ്മനെ പറ്റി. അല്ല, അമ്മയും അനുവൊക്കെ റെഡി ആയോ? ഓ അത് ശരി. ആയിക്കോട്ടെ.